കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ഇടുക്കിയിൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ നാടകം കൂടി പൊളിഞ്ഞു. 4-ാം തീയതി സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് വേണ്ടിയാണ് 6-ാം തീയതി യൂത്ത് കോൺഗ്രസും അക്രമ സമരങ്ങൾ നടത്തിയത്. ദേശീയപാത 85-ൽ നേര്യമംഗലം വാളറ ഭാഗത്ത് ഹൈക്കോടതി താൽക്കാലിക നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയതിൽ സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. സെപ്റ്റംബർ 30-ന് ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് ഒക്ടോബർ 4-ന് ഗവൺമെന്റ് പ്ലീഡർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു 6-ാം തീയതിയിലെ യൂത്ത് കോൺഗ്രസിന്റെയും സമരം. 6-ാം തീയതി രാവിലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച്. കാപ്പിപ്പത്തൽ കൊണ്ടായിരുന്നു പോലീസിനെ യൂത്ത് കോൺഗ്രസുകാർ ആക്രമിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി പോലീസുകാരന്റെ അടിവയറ്റിൽ ചവിട്ടി വീഴ്ത്തുന്നതിന്റെ ഫോട്ടോ മനോരമ പത്രം ചവിട്ടി വീഴ്ത്തി എന്ന തലക്കെട്ടോടെ ആഘോഷമാക്കി നൽകി. പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് കേട്ടാൽ അറയ്ക്കുന്ന തെറി അഭിഷേകമാണ് ഗാന്ധി ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്നവർ നടത്തിയത്. കോൺഗ്രസും മുസ്ലിം ലീഗും നേതൃത്വം കൊടുത്താണ് ദേശീയപാത സംരക്ഷണ സമിതി അടിമാലിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ നേതൃത്വത്തിലായിരുന്നു 6-ാം തീയതി വൈകിട്ടത്തെ ആക്രമണ സമരം. അന്യദേശങ്ങളിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരികളെ അടക്കം വഴിയിൽ തടഞ്ഞിട്ടായിരുന്നു സമരം. വനം വകുപ്പിന്റെ വാഹനം തകർക്കാനുള്ള ശ്രമം പോലീസ് ഇടപെട്ടാണ് തടഞ്ഞത്. BJP നേതാവ് MN ജയചന്ദ്രൻ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ദേശീയപാത 85-ലെ നേര്യമംഗലം വാളറ ഭാഗത്തെ നിർമ്മാണം താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവുണ്ടായത്. രാജഭരണകാലം മുതൽ പാതയുള്ള ഇവിടെ റോഡ് നിർമ്മാണത്തിന് അനുമതി തേടി 2024 സെപ്റ്റംബർ 12-ന് ഡീൻ കുര്യാക്കോസ് MPയുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റി പരിവേഷ് പോർട്ടലിൽ സമർപ്പിച്ച അപേക്ഷയുടെ ചുവട് പിടിച്ചാണ് BJP നേതാവ് ഈ ഉത്തരവ് സമ്പാദിച്ചത്. രാജഭരണകാലം മുതലുള്ള റോഡും റവന്യൂ ഭൂമിയുമാണ് ഇത് എന്നുള്ള സംസ്ഥാന സർക്കാർ നിലപാടാണ് ഇപ്പോൾ സത്യവാങ്മൂലമായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വീണ്ടും കേസ് പരിഗണിച്ച കോടതി സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ മറുപടിക്ക് അവസരം നൽകണമെന്ന ഹർജിക്കാരന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തങ്ങളുടെ തന്നെ പിടിപ്പുകേടുകൾ മറയ്ക്കുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസ് ഇടുക്കിയിൽ സമരനാടകങ്ങൾ സംഘടിപ്പിക്കുന്നത്. ദേശീയപാത വിഷയത്തിലാണെങ്കിലും ഭൂപതിവ് നിയമ ചട്ടഭേദഗതി വിഷയത്തിലാണെങ്കിലും ഈ നാടകങ്ങൾ അടപടലം പൊളിയുകയാണ്. ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.